ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. ഇത് സാറ്റർഡേ, അതായത് ഓഗസ്റ്റ് 23 എടുക്കുന്ന വീഡിയോ ആണ്. മിക്കവാറും തിങ്കളോ അല്ലെങ്കിൽ ചൊവ്വയോ ഒക്കെ ആയിട്ടായിരിക്കും ഞാനിത് പോസ്റ്റ് ചെയ്യുന്നുണ്ടാവാം. സോ ഇന്ന് നമ്മുടെ 21 ഡേയ്സ് കൺസിസ്റ്റൻസി ചലഞ്ചിൻ്റെ ഡേ 17 ആയിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഇന്നലെ രാത്രി ഞാൻ പഠിച്ചിട്ട് ആ ടേബിൾ അങ്ങനെ തന്നെ വെച്ചിട്ട് പോയിട്ടുള്ളതാണ് കേട്ടോ എടുക്കാനായിട്ട്. ഞാൻ സാധാരണ രാവിലെ എണീറ്റിട്ടായിരിക്കും ടേബിളൊന്ന് ശരിയാക്കുന്നുണ്ടാവുക. രാത്രി വൃത്തിയാക്കിയിടണമെന്ന് വിചാരിച്ച് കഴിഞ്ഞാലും എനിക്ക് നന്നായി ഉറക്കം വരുമ്പോൾ ഞാൻ പോയി കിടക്കുകയാണ് പതിവ് കേട്ടോ. അപ്പോൾ നമുക്ക് രാവിലെ തന്നെ ഇന്നത്തെ പഠനം തുടങ്ങാം. സാധാരണ ഞാൻ തലേദിവസം പഠിച്ച കാര്യങ്ങൾ തന്നെയാണ് രാവിലെ എണീറ്റ് ഒന്ന് വായിച്ച് നോക്കാറ്. ചിലപ്പോൾ അതൊരു 10 മണി വരെയൊക്കെ അല്ലെങ്കിൽ ഉച്ചവരെയൊക്കെ നോക്കാനുള്ളത് ചില ദിവസങ്ങളിൽ ഉണ്ടാവാറുണ്ട്. എങ്കിലും അത് തലേദിവസത്തെ ഒന്ന് നോക്കാറുണ്ട് കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വെറുതെ കുറേ പഠിച്ചിങ്ങനെ പോവും, പക്ഷെ നമുക്ക് ഒന്നും കറക്റ്റായിട്ട് ഓർമ്മ കിട്ടുന്നുണ്ടാവില്ല എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അത് കാരണം കൊണ്ട് എങ്ങനെയാണെങ്കിലും അത് തലേദിവസം പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ഓടിച്ച് നോക്കിയിട്ട് തന്നെയാണ് പിന്നത്തെ പുതിയ ടോപ്പിക്ക് എടുക്കാറുള്ളൂ എപ്പോഴും. ഇന്നിപ്പോൾ സാറ്റർഡേ ആയതുകൊണ്ട് തന്നെ മൈദ്രമോൾക്കും ദേവക്കുട്ടനും സ്കൂളിൽ പോകണ്ട, അതുപോലെ തന്നെ മനുവാട്ടിന് ജോലിക്ക് പോകണ്ട. അത് കാരണം കൊണ്ട് രാവിലെ കുറച്ച് ലേറ്റായിട്ട് തന്നെ കിച്ചണിൽ കയറിയാൽ മതിയാവും. പക്ഷേ ഇന്നിപ്പോൾ രണ്ടുപേരുടെയും സ്കൂളിൽ ഒരേ സ്കൂളിൽ തന്നെയാണ് പഠിക്കുന്നത്. പക്ഷേ അവർക്ക് ചെറിയ കുട്ടികളാണല്ലോ, അപ്പോൾ ഓരോ എക്സാം കഴിയുമ്പോഴും പാരൻസ് അവിടെ പോയിട്ട് സൈൻ ചെയ്യണം. അപ്പോൾ ഓരോ ടീച്ചേഴ്സിനെയും കാണണം. അപ്പോൾ അതിന് വേണ്ടി പോകേണ്ട കാരണം കൊണ്ട് ഒരു 10-10:30 ആകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങണം. അപ്പോൾ രാവിലെ ഞാനൊരു 8 മണി ഒക്കെ വരെയും പഠിച്ചിരുന്നു കേട്ടോ. കാരണം എന്താണെങ്കിൽ ഇന്നത്തെ പകലത്തെ സമയം കുറേ സ്കൂളിലൊക്കെ പോയിട്ട് അങ്ങനെ പോകുന്നത് നമുക്ക് ഓൾറെഡി അറിയാമല്ലോ. അപ്പോൾ രാവിലെ നോക്കണത് ഇന്നലെ ഇപ്പോൾ നദികളുടെ ഒക്കെ ഭാഗങ്ങളാണ് രാത്രി ഇരുന്ന് നോക്കിയിരുന്നത്. അപ്പോൾ അതിലത്തെ മെയിനായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഒന്ന് എഴുതി നോക്കുന്നത് കേട്ടോ. ഉപദ്വീപീയ നദികളുടെ ഭാഗങ്ങളാണ് നോക്കിയത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഓർത്തെടുക്കുമ്പോൾ എനിക്ക് തോന്നുന്ന കാര്യങ്ങൾ ഒന്ന് ജസ്റ്റായിട്ട് എഴുതി വെക്കാറുണ്ട് കേട്ടോ. വീണ്ടും നോക്കാനല്ല, പക്ഷേ എനിക്കതൊന്ന് അങ്ങനെ പഠിച്ചൊരു ശീലമായി. ജസ്റ്റ് ഒന്ന് എഴുതി നോക്കും, അതിൻ്റെ പേരും പിന്നെ വർഷങ്ങളൊക്കെ ആണെങ്കിൽ ആ വർഷങ്ങളൊക്കെ ഒന്ന് എഴുതി കഴിഞ്ഞാൽ കുറച്ചും കൂടി ഓർമ്മ നിൽക്കുന്നതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഓരോരുത്തർക്കും പല രീതിയിൽ പഠിക്കുമ്പോഴാണല്ലോ കൂടുതലായിട്ട് കിട്ടുന്നുണ്ടാവുക. ചിലർക്ക് നന്നായി കേട്ട് പഠിച്ചാലായിരിക്കും കിട്ടുന്നുണ്ടാവുക. ചിലർക്ക് 2 പേരും 3 പേര് കൂടി ഡിസ്കസ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നന്നായി ഓർമ്മ നിൽക്കും. എനിക്ക് എപ്പോഴും ഒന്ന് എഴുതി നോക്കിയാലാണ് എനിക്ക് ഇത്തിരി കൂടി ഓർമ്മ നിൽക്കണ പോലെ തോന്നിയിട്ടുള്ളത് കേട്ടോ. ഓരോ ദിവസം എന്തൊക്കെ പഠിച്ചു എന്നുള്ളതിൻ്റെ അപ്ഡേറ്റ് ആണ് കേട്ടോ ഇതിൽ പെൻഡിങ് ഉള്ളത്. ഇനി ലാസ്റ്റ് കംപ്ലീറ്റ് ചെയ്യാനായിട്ടുണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ. പിന്നെ ആദ്യത്തെ ദിവസങ്ങളിലത്തൊക്കെ ടേബിൾ ഞാൻ ഓൾറെഡി വീഡിയോയിലൊക്കെ ഇട്ടിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ അത് വീണ്ടും കാണിക്കേണ്ട ആവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഇന്നത്തെ ദിവസം ശനിയാഴ്ച പകൽ കാര്യമായിട്ടുള്ള പഠനം ഒന്നും നടന്നിട്ടില്ല കേട്ടോ. സന്ധ്യയ്ക്കൊരു PYQ ചെയ്ത് നോക്കി. രാവിലെ പഠിച്ചെണീറ്റിട്ട് പിന്നെ സന്ധ്യയ്ക്കാണ് ഒരു PYQ ചെയ്യുന്നത്. പിന്നെ രാത്രിയാണ് കേട്ടോ ഇരിക്കണത്. ഉച്ചയ്ക്കൊക്കെ അവിടെ പുറത്ത് പോയി വന്നപ്പോഴൊക്കെ നന്നായി തലവേദനയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഉച്ചയ്ക്ക് നന്നായി ഉറങ്ങി കേട്ടോ. അതിൻ്റെ പേരിൽ ഇപ്പോൾ ഇന്ന് രാത്രി കൂടുതൽ സമയം ഇരിക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഇപ്പോൾ 10 മണിയൊക്കെ ആവാറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ രാത്രിയിലത്തെ ഇന്നത്തെ പഠിക്കാനുള്ള ഭാഗങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. പിന്നെ മോളും മോനൊക്കെ അവിടെ ഹാളിൽ നല്ല കളിയാണ്. നാളെ ക്ലാസ്സൊന്നും ഇല്ലല്ലോ, അപ്പോൾ അവർ നേരത്തെ ഉറങ്ങുന്നില്ല കേട്ടോ ക്ലാസ്സില്ലെങ്കിൽ. എന്തായാലും ഒരു 11 മണിയെങ്കിലൊക്കെ ആവും. സാധാരണ സ്കൂളിൽ പോകുന്ന ദിവസമാണെങ്കിൽ ഒരു 9:30 കൂടിയിട്ടൊക്കെ കിടക്കും. പിന്നെ ഞാൻ അത്ര അങ്ങോട്ട് നിർബന്ധിക്കാറില്ല ശനിയാഴ്ച ഒന്നും വേഗം കിടന്നുറങ്ങാനായിട്ട് കേട്ടോ. ഇപ്പോൾ ഈ PSC ടിപ്സ് ആൻഡ് ട്രിക്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ചാനൽ കേട്ടോ. അത് ഞാൻ പക്ഷേ അത്ര അധികം നാളായിട്ടില്ല കേട്ടോ കണ്ടു തുടങ്ങിയിട്ട്. അത് പക്ഷേ കുറേ മുന്നുള്ള ചാനൽ തന്നെയാന്ന് തോന്നുന്നു. ഇപ്പോൾ അവർ കമ്പനി ബോർഡ് LGSൻ്റെയും ഒക്കെ പുതിയൊരു ബാച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മാം ഫ്രീ ക്ലാസ് തന്നെയാണ് എല്ലാം യൂട്യൂബിൽ വീഡിയോസൊക്കെ ഇടുന്നത്. പെയ്ഡ് ബാച്ചൊന്നുമില്ല. അപ്പോൾ ഇപ്പോൾ അതിൻ്റെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓരോ ദിവസം ഓരോ വീഡിയോസേ ഉള്ളൂ. അപ്പോൾ അതെന്തായാലും എല്ലാം PYQ ഡിസ്കഷൻസ്, റിലേറ്റഡ് ഫാക്ട്സ് പറയൽ അങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പോൾ എനിക്കത് നല്ല യൂസ്ഫുള്ളായിട്ട് തോന്നിയിരുന്നു. അപ്പോൾ അത് ഇപ്പോൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുന്നുണ്ട്. ഞാൻ ഇപ്പോൾ അവരുടെ ഒപ്പം എത്തിയിട്ടില്ല, എങ്കിലും അത് ആകെ ഒരു 14 വീഡിയോസൊക്കെ ആയിട്ടുള്ളൂ എന്ന് തോന്നുന്നു ആ പ്ലേ ലിസ്റ്റിൽ. നല്ല യൂസ്ഫുള്ളായിട്ടുള്ള വീഡിയോസാണ് കേട്ടോ. അപ്പോൾ അത് കണ്ട് അതിൻ്റെ നോട്ടൊക്കെ എഴുതിയെടുക്കണം. പിന്നെ NCERT ആണ് ഇന്ന് നോക്കാമെന്ന് വിചാരിച്ചിട്ടുള്ളത് കേട്ടോ. എൻ്റെ NCERTയുടെ ഒരു ടെക്സ്റ്റ് ബുക്ക് ഉണ്ട്. പക്ഷേ ഞാനത് ചില ഭാഗങ്ങൾ മാത്രമാണ് അതിൽ നിന്ന് പഠിച്ചിട്ടുള്ളൂ. ബാക്കി SCERTയിലത്തെയാണ് കൂടുതൽ പഠിച്ചിട്ടുള്ളത്. NCERTയുടെ മൊത്തത്തിൽ ആ ടെക്സ്റ്റ് കാണുമ്പോൾ തന്നെ എനിക്ക് അത്ര വലിയ താല്പര്യമില്ല വായിക്കാനായിട്ട്. അപ്പോൾ ഞാനധികവും NCERTയുടെ ക്ലാസ്സുകൾ കേട്ട് നോട്ട് കുറച്ചൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അതൊക്കെയാണ് നോക്കിയിരുന്നത്. ഈ ടെക്സ്റ്റിലത്തെ വളരെ കുറച്ച് ഭാഗങ്ങൾ മാത്രമാണ് നോക്കിയിട്ടുള്ളൂ. ഇനിയിപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ പഠിച്ച് ശരിയാക്കണം. NCERT ഓരോ ചാപ്റ്റേഴ്സ് പഠിക്കാനിരുന്ന് കഴിഞ്ഞാൽ കുറേ സമയം എനിക്ക് ഇരിക്കേണ്ടി വരാറുണ്ട് കേട്ടോ. മൊത്തത്തിൽ ഞാൻ കുറച്ച് സ്ലോ ആയിട്ട് തന്നെ പഠിക്കുന്ന കൂട്ടത്തിലാണ്. പെട്ടെന്ന് അങ്ങനെ പഠിച്ച് തീരാറില്ല. എൻ്റെ അത്യാവശ്യം സമയം എടുക്കും ഓരോ ചാപ്റ്റേഴ്സും തീരാനായിട്ട്. അപ്പോൾ SCERT പഠിച്ച് അതിപ്പോൾ അത്യാവശ്യം നല്ല ഈസിയായി. ആദ്യമൊക്കെ SCERT പഠിക്കുമ്പോഴും എനിക്ക് ബുദ്ധിമുട്ടായിട്ട് തന്നെയാണ് കേട്ടോ തോന്നിയിരുന്നത്. 5 തൊട്ട് 7 വരെയൊന്നും കുഴപ്പമില്ല. ഒരു 8ാം ക്ലാസ് തൊട്ടുള്ള ചാപ്റ്റേഴ്സൊക്കെ
നമുക്ക് പഠിക്കാണ്ടിരുന്നിട്ടൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷേ പിന്നെ അത് പല പ്രാവശ്യം റിവിഷൻ ചെയ്ത് ഈ 3 ബുക്കും ഇപ്പോൾ ഓക്കെയാണ്. പക്ഷേ അതിൻ്റെ ഇടയിൽ ഇപ്പോൾ ബുക്കിൽ മാറ്റമൊക്കെ വരുത്തിയല്ലോ. അപ്പോൾ അതിൻ്റെയൊക്കെ ഭാഗങ്ങളൊക്കെ നോട്ടാണ് എഴുതിയെടുത്തിട്ടുള്ളത്. വേറെ ടെക്സ്റ്റ് വാങ്ങിയിട്ടില്ല. ഇപ്പോൾ ഇതിൻ്റെയൊക്കെ പുതിയ എഡിഷൻസും എല്ലാതും വന്നിട്ടുണ്ടല്ലോ. ഞാൻ പുതിയ ഭാഗങ്ങൾ അധികം യൂട്യൂബിൽ നിന്ന് നോക്കി ക്ലാസ്സൊക്കെ ഈ സൈലത്തിൻ്റെയൊക്കെ ക്ലാസ് നോക്കിയിട്ട് എഴുതിയെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ മലയാളം കുറച്ച് നോക്കിയിരുന്നു. എൻ്റെ കയ്യിൽ ടാലൻറ്റിൻ്റെ റാങ്ക് ഫയലാണ്, അതിലത്തെ മലയാളമാണ് കേട്ടോ നോക്കുന്നത്. പിന്നെ ഏതെങ്കിലുമൊക്കെ സബ്ജക്റ്റ് പഠിച്ച് കുറേ നേരം ഗ്യാപ്പ് എടുക്കുമ്പോൾ ഞാൻ ചിലപ്പോൾ അർത്ഥമോ അല്ലെങ്കിൽ വിപരീതമൊക്കെ ജസ്റ്റ് ഒരു പേജിലത്തെ മാത്രം ഒന്ന് വായിച്ച് നോക്കൂ കേട്ടോ. അങ്ങനെ വായിക്കുന്നത് എനിക്ക് നല്ലതായി തോന്നിയിട്ടുണ്ട്. മലയാളമൊന്നും അങ്ങനെ പഠിക്കാതിരിക്കണേക്കാട്ടിലും ഉപരി ഇടയ്ക്കൊന്ന് ഒരു ചെറിയൊരു 5 മിനിറ്റ് ബ്രേക്ക് എടുത്ത് വേറെ സബ്ജക്റ്റ് പഠിക്കണതിൻ്റെ ഇടയിൽ നിന്ന് ഈ മലയാളം അർത്ഥങ്ങൾ, പര്യായം അതൊക്കെ ഒന്ന് ഇടയ്ക്കിടയ്ക്ക് വേഗത്തിൽ വായിച്ച് വിടുക. അപ്പോൾ നമുക്ക് എന്നാലും ഓർമ്മ നിൽക്കും കേട്ടോ. മലയാളമൊക്കെ എനിക്കങ്ങനെ ഓർമ്മ നിൽക്കാണ്ട് വന്നിട്ടില്ല അധികവും. പിന്നെ ഈ ജോഗ്രഫി, എക്കണോമിക്സ് ആ ഭാഗമൊക്കെയാണ് എനിക്കെപ്പോഴും നല്ല ടഫായിട്ട് തോന്നാറ്. ഇപ്പോൾ ഒരു 11:15 ആയി, 2 പേരും ഉറങ്ങിയിട്ടോ. കുറേ നേരമൊക്കെ കളിച്ച് ഇടയ്ക്ക് ഒരു കരച്ചിലും വാശിയൊക്കെ ഉണ്ടാവും. എന്നിട്ട് ഇപ്പോൾ ഈ ശബ്ദമൊക്കെ കേൾക്കാണ്ടായി ഞാൻ നോക്കിയപ്പോൾ ഉറങ്ങിയിട്ടുണ്ട്. പിന്നെ ഞാൻ രാത്രി പഠിക്കാതിരിക്കുമ്പോൾ അധികവും കിച്ചണിലത്തെ മുഴുവൻ പണികളും തീർത്തിട്ടായിരിക്കില്ല വന്ന് ഇരിക്കുന്നുണ്ടാവുക. ഫ്രിഡ്ജിലേക്ക് ഭക്ഷണ സാധനങ്ങൾ ബാക്കിയുണ്ടെങ്കിൽ വെക്കും, സ്ലാബ് ഒന്ന് ക്ലീൻ ചെയ്തിടും. പാത്രങ്ങൾ അധികവും സിങ്കിൽ വെച്ചിട്ട് നേരെ വന്ന് പഠിക്കാതിരിക്കും കേട്ടോ. കാരണം എന്താണെങ്കിൽ നമ്മൾ വന്നിരുന്ന് ഒരു 1.5 മണിക്കൂറൊക്കെ കഴിയുമ്പോഴേക്കും എന്തായാലും ഉറക്കം വരും രാത്രി. അപ്പോൾ പോയി ഞാൻ ആ പാത്രങ്ങൾ കഴുകി വെക്കും. അങ്ങനെയാണ് സാധാരണ ചെയ്യാറ്. വീട്ടിലത്തെ എല്ലാ പണികളും പക്ക കറക്റ്റായിട്ടൊക്കെ ചെയ്തുകൊണ്ട് പഠിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ അത് പഠിക്കൽ അങ്ങനെ കറക്റ്റായിട്ട് പറ്റില്ല കേട്ടോ. നമുക്ക് പറ്റാവുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ഒഴിവാക്കണം. അത്യാവശ്യമുള്ള കാര്യങ്ങളൊക്കെ വൃത്തിയായിട്ട് ചെയ്യുക. ബാക്കിയുള്ള സമയമൊക്കെ നമ്മുടെ പഠനത്തിന് തന്നെ മുൻതൂക്കം കൊടുക്കുക. എന്നാൽ മാത്രം തന്നെയാണ് നമുക്ക് പഠിച്ച് മുന്നോട്ട് പോകാനായിട്ട് പറ്റുള്ളൂ. ഇത് ഞാൻ കുഞ്ഞുങ്ങളൊക്കെ ആയതിനു ശേഷം PSC പഠിക്കുന്നവരെ ഉദ്ദേശിച്ചിട്ടാണ് കേട്ടോ പറഞ്ഞത്. എപ്പോഴും മാരേജ് കഴിഞ്ഞിട്ട് പഠിക്കുമ്പോഴായിരിക്കും നമ്മുടെ ആ ഒരു ഡെയിലി ടൈം ടേബിളൊക്കെ ചിലപ്പോൾ വ്യത്യാസമായിട്ടുണ്ടാവുമല്ലോ. മറ്റേത് കല്യാണത്തിന് മുന്നേ അച്ഛനമ്മയുണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്തു തരാനായിട്ട്. അപ്പോൾ നമ്മുടെ ആ ഒരു പഠനത്തിൻ്റെ കാര്യമൊക്കെ നല്ല പെർഫെക്റ്റായിട്ട് പോയിക്കോളും. കല്യാണം കഴിഞ്ഞ് പഠിക്കലെന്ന് പറയുന്നത് കുറച്ച് റിസ്ക് തന്നെയാണ്. പക്ഷേ അങ്ങനെ പഠിച്ച് ജോലി കിട്ടിയിട്ടുള്ള ഒരുപാട് ആളുകൾ നമുക്ക് അറിയുണ്ടാവും അല്ലേ. അപ്പോൾ ആ ഒരു നമ്മുടെ വീട്ടിലത്തെ കാര്യങ്ങളും അതിനനുസരിച്ചിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാനും നമ്മൾ തന്നെ മുൻകൈ എടുത്ത് തയ്യാറാക്കുക. എന്നിട്ട് പഠിച്ച് മുന്നോട്ട് പോവുക. പിന്നെ നമുക്ക് പഠിക്കാനായിട്ട് കുറച്ച് താല്പര്യക്കുറവുള്ള ടോപ്പിക്കൊക്കെ എപ്പോഴും നമ്മുടെ സ്റ്റഡി പ്ലാനിൽ മുൻഭാഗത്തായിട്ട് ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കണം കേട്ടോ. കാരണം എന്താണെങ്കിൽ നമ്മൾ എക്സാം വരെ അത് മാറ്റി വയ്ക്കുമ്പോഴേക്കും എക്സാമിനോട് അടുക്കും തോറും നമ്മൾ റിവിഷനാണ് കൂടുതൽ ചെയ്യേണ്ടത്. റിവിഷൻ നന്നായി ചെയ്താൽ തന്നെയാണ് എക്സാം ഹോളിൽ നമുക്ക് ആ 4 ഓപ്ഷനിൽ നിന്ന് കറക്റ്റായിട്ടുള്ള ഒരു ഉത്തരം എടുത്ത് എഴുതാനായിട്ട് തോന്നുള്ളൂ. അപ്പോൾ പഠിച്ചിട്ട് കിട്ടാത്ത ഭാഗങ്ങൾ എപ്പോഴും അത് സ്റ്റഡി പ്ലാനിൽ ഏറ്റവും മുന്നിൽ വയ്ക്കുക. എന്നിട്ട് അത് മാക്സിമം റിവിഷൻ ചെയ്യാനായിട്ട് നോക്കുക. അപ്പോൾ നമുക്ക് ആ ടോപ്പിക്കുമായിട്ട് എന്തായാലും നല്ല ഈസി ആയിട്ട് തന്നെ എക്സാമിന് എഴുതാനായിട്ട് പറ്റും. പിന്നെ ഞാൻ വീഡിയോയുടെ ആദ്യം പറഞ്ഞ പോലെ തന്നെ എഴുതി നോക്കണത് ശരിക്കൊരു നല്ല മെത്തേഡാണ് കേട്ടോ. അതിനെ ആക്റ്റീവ് റീകോൾ എന്നാണ് പറയുക. ശരിക്കും നമ്മൾ പഠിച്ച കാര്യങ്ങളെല്ലാം ബുക്കൊക്കെ അടച്ചു വെച്ച് ഒന്ന് ജസ്റ്റ് എഴുതി വിടുന്നത്. പക്ഷേ അങ്ങനെ അല്ലാണ്ട് എഴുതി പഠിക്കാണ്ട് നന്നായിട്ട് മാർക്ക് കിട്ടിയിട്ടുള്ള കുറേ പേരുടെ ഇൻ്റർവ്യൂസും ഇതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. പക്ഷേ അതൊരു നല്ല മെത്തേഡ് തന്നെയാണ്. എഴുതി നോക്കിയിട്ട് എനിക്ക് നന്നായിട്ട് തോന്നിയിട്ടുണ്ട് കേട്ടോ. ഓർമ്മ അങ്ങനെ പോവാണ്ട് കറക്റ്റ് കാര്യങ്ങൾ ഓർത്തെടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ട്. പക്ഷേ എല്ലാവരും ഒരേപോലെ ആവില്ലല്ലോ. അപ്പോൾ വായിച്ച് പഠിക്കണോണ്ടും കുഴപ്പമൊന്നുമില്ല. ഏത് രീതിയിൽ നമുക്ക് കിട്ടണോ ആ രീതിയിൽ നമ്മൾ പഠിച്ച് മുന്നോട്ട് പോവുക. ഇപ്പോൾ ഏകദേശം 1 മണിയൊക്കെ ആവാറായി കേട്ടോ. ഇനിയും ഇരുന്ന് കഴിഞ്ഞാൽ എനിക്ക് രാവിലെ എണീക്കുമ്പോൾ കുറേ അങ്ങോട്ട് വൈകി കിടന്നു കഴിഞ്ഞാൽ ശരിയാവില്ല. പിന്നെ ഇപ്പോൾ നാളെ സൺഡേ ആയതുകൊണ്ട് കുഴപ്പമില്ല. ഒരു 6 മണി 7 മണിയായിട്ട് എണീറ്റ് കഴിഞ്ഞാലും വലിയ പ്രശ്നമില്ല. അല്ലാത്ത ദിവസങ്ങളിലൊന്നും ഇങ്ങനെ ഇത്രയും ലേറ്റായിട്ട് ഇരിക്കില്ല കേട്ടോ. ഒന്നുകിൽ വെള്ളിയാഴ്ച രാത്രി അല്ലെങ്കിൽ സാറ്റർഡേ രാത്രിയൊക്കെ തന്നെയാണ് കൂടുതൽ സമയം ഉറക്കം കളഞ്ഞിരിക്കുന്നത്. അപ്പോൾ രാവിലെ ഇത്തിരി നേരം വൈകി എണീറ്റാലും കുഴപ്പമില്ലല്ലോ. അപ്പോൾ എല്ലാവർക്കും അത് PSC പഠിക്കുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും അത് ഒന്നല്ലെങ്കിൽ വേറൊരു രീതിയിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും. പക്ഷെ നമ്മൾ ആ പ്രശ്നങ്ങളെ തരണം ചെയ്ത് മുന്നോട്ട് പോയി ഒരു റാങ്ക് ലിസ്റ്റിൽ വന്ന് ജോലി കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പകുതി കാര്യങ്ങളും പകുതി പ്രശ്നങ്ങളും അതിൽ സോൾവ് ആവുന്നതായിരിക്കും, ഒരുവിധം പേരുടെ പ്രശ്നങ്ങളും. അപ്പോൾ എല്ലാവരും നന്നായിരുന്നു പഠിക്കുക. ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാനായിട്ട് ഉദ്ദേശിച്ചത് കേട്ടോ. അപ്പോൾ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ, എന്തെങ്കിലും യൂസ്ഫുൾ ആയിട്ടുള്ള കണ്ടൻറ്റ് കിട്ടിയെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് തീർച്ചയായും കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോയിലൂടെ കാണാം. ഓക്കെ, ബൈ.